നമസ്കാരം, ഞാൻ രമേഷ് ഗോപാൽ, തനിമ സ്പെഷ്യൽ ന്യൂസ്. രാഷ്ട്രീയ സ്വയം സേവക് സംഘ് കള്ളിക്കാട് മണ്ഡലത്തിന്റെ വിജയദശമി ആഘോഷവുമായി ബന്ധപ്പെട്ട് പഥസഞ്ചലനവും പൊതുപരിപാടിയും സംഘടിപ്പിച്ചു. കേസരി പ്രചാരമാസം ഉദ്ഘാടനം, ധ്വജാരോഹണം, ശാരീരിക് പ്രദർശനം, ഗണഗീതം, അമൃതവചനം, വ്യക്തിഗീതം തുടങ്ങിയ പരിപാടികളാണ് സംഘടിപ്പിച്ചത്. തുണ്ടുനടയിൽ നിന്നും ആരംഭിച്ച പഥസഞ്ചലനം അയോധ്യ നഗറിൽ സമാപിച്ചു. पतत्वेशकायो नमस्ते नमस्ते प्रभो शक्तिमन् हिन्दुराष्ट्राङ्गभूता इमे सादरं त्वा नमामो वयम्. അമ്മമാരും അനുഭാവികളും ഇരിക്കാം. ഗണ തക്ഷ അർദ്ധ വൃത സിദ്ധ मुष्टिप्रकार चतुष्का मुष्टिप्रकार സ്വീകരിച്ചതിൻ്റെ പിന്നിൽ എന്നെ സമ്മതിക്കുന്നൊരു കാര്യമുണ്ട്. എനിക്കൊരു പശ്ചാത്താപമുണ്ട്, ഒരു കുറ്റബോധമുണ്ട്. യൗവനകാലത്ത് ഞാനും ഒരു പാർട്ടിയിൽ വിശ്വസിച്ചിരുന്നു. അന്ന് ഞാൻ RSSനെ കുറിച്ച് തെറ്റായി ധരിച്ചിരുന്നു. എന്നെ ധരിപ്പിച്ചിരുന്നു ഒരു ഭീകര സംഘടനയാണെന്നും ഇത് ഒരു കൊലയാളി പാർട്ടിയാണെന്നും ഒക്കെ. ആ പ്രസ്ഥാനം, ഞാൻ വിശ്വസിച്ച പ്രസ്ഥാനവും മറ്റു പ്രസ്ഥാനങ്ങളും അന്ന് BJP ഇല്ല, എല്ലാം പമ്പിച്ച പ്രചരണമാണ് അഴിച്ചുവിട്ടത്. അത് വിശ്വസിച്ചു പോയി. ഇന്നും പലരും വിശ്വസിച്ചിരിക്കുന്നു. സത്യമറിഞ്ഞപ്പോൾ ഞാൻ പശ്ചാത്തപിച്ചു. ഈ പശ്ചാത്താപം എവിടെ രേഖപ്പെടുത്താൻ? തുറന്നു പറഞ്ഞേ തീരൂ. ഈ രാഷ്ട്രത്തിന് വേണ്ടി ജീവൻ പോലും ബലിയർപ്പിച്ച് സേവനമനുഷ്ഠിക്കുന്ന സന്നദ്ധരായ ആളുകളെക്കുറിച്ച്, യുവാക്കളെക്കുറിച്ച്, ആ സംഘടനയെക്കുറിച്ച് തെറ്റായി ധരിച്ചു പോയല്ലോ എന്നൊരു പശ്ചാത്താപം എൻ്റെ ഉള്ളിലുണ്ട്. തികയുന്നു. ജന്മശതാബ്ദി ആഘോഷിക്കുന്ന ഈ പുണ്യമുഹൂർത്തത്തിലാണ് നാം ഇവിടെ സന്നിഹിതരായിരിക്കുന്നത്. സംഘത്തിൻ്റെ 100ാം വർഷത്തെ ത്യാഗോജല പ്രവർത്തനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ മുൻ DGP TP സെൻകുമാർ സാർ പറഞ്ഞ വരികൾ ഞാൻ ഓർത്തുപോകുന്നു. ഭാരതത്തിൻ്റെ രാഷ്ട്രീയ സ്വയം സഹായ സംഘവും സ്വയം സേവകനായിട്ടുള്ള ശ്രീമാൻ നരേന്ദ്രമോദിയും കഴിഞ്ഞ 10 വർഷത്തെ കാലത്തെ ഭരണവും ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ നാട് മറ്റൊരു താലിബാൻ ആകുമായിരുന്നു.